ഗുരുവിനെ സമീപിക്കുന്ന ശിഷ്യരെ 3 തരത്തിൽ പതഞ്ജലി മഹർഷി തരംതിരിച്ചിട്ടുണ്ട്. മൃദു, മധ്യമം, തീവ്രം എന്നിങ്ങനെ 3 തരത്തിൽ. ആദ്യത്തെ കൂട്ടർക്ക് സാധന കഠിനമായി തോന്നും. രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർ കുറേയേറെ ശ്രമിക്കും. മൂന്നാമത്തെ കൂട്ടർ ആത്മസാക്ഷാത്കാരത്തിന് കഠിനയത്നം നടത്തും. ജീവിത ലക്ഷ്യം നേടിയേ അവർ അടങ്ങൂ. ഗുരു ഉപദേശ സമയം തന്നെ അനുഭൂതിയോ അനുഭവമോ ഉണ്ടാകണമെന്നില്ല. അവരോട് ആചാര്യൻ പരിശ്രമിക്കാൻ ഉപദേശിക്കും. നിരന്തര പരിശ്രമം അവരെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് ഉറപ്പാണ്. മാതംഗ മഹർഷി ശബരിയോട് രാമനെ കാത്തിരിക്കാൻ ഉപദേശിച്ച സമയത്ത് ദശരഥൻ വിവാഹം കഴിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഗുരുവാക്കിൽ പരിപൂർണമായി വിശ്വസിച്ചു. ശ്രീരാമൻ വരുമെന്ന ഉറപ്പോടെ ശബരി കാത്തിരുന്നു. ശാന്തമായ ആ കാത്തിരിപ്പായിരുന്നു ശബരിയുടെ ആത്മീയ സാധന. ഞെട്ടറ്റു വീഴാൻ തക്ക വിധം ശബരിയാകുന്ന ഫലം പക്വമായപ്പോൾ രാമൻ വന്നു. ശബരി ശ്രീരാമദർശനം നേടി. ശരീരം ത്യജിക്കുകയും ചെയ്തു.